വെണ്ട കൃഷിയാണ്. മേടം 1-നാണ് നമ്മൾ ഈ വെണ്ട വിത്ത് കുഴിച്ചിട്ടത്. വെണ്ട വിത്ത് കുഴിച്ചിട്ടാണ് നമ്മൾ നട്ടത്. അരുണയാണ് ചുവന്ന വെണ്ട. അതില് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു തുടങ്ങി. ഒരു മാസം തികയുന്നതിന് മുമ്പ്, അതായത് തന്നെ പൂവിട്ടു. ഇപ്പൊ നമ്മൾ ഒരു 3-4 വെണ്ടയ്ക്കൊക്കെ പറിച്ചു തുടങ്ങി. അപ്പോ ആയി വരുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ പൂവും കായും ഒക്കെ ആവുന്നുണ്ട്. ഇതാണ്ട് സാധാരണ നമ്മൾ വെണ്ട ചെയ്യുന്ന സമയത്ത് നല്ല ഇടയകലം കൊടുക്കണം. ഒരു 45 സെന്റിമീറ്റർ 2 വെണ്ടയ്ക്കിടയിലും, അതായത് വാരത്തിന് നീളത്തിൽ പോകുമ്പോൾ നമ്മൾ 2 വെണ്ടയുടെ ഇടയിൽ ഒരു 60 സെന്റിമീറ്ററും, പിന്നെ അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോൾ ഒരു 45 സെന്റിമീറ്ററും ഇടയിലും കൊടുക്കണം. അതായത് 60 × 45 നമ്മൾ പൊതുവേ. എന്നാലും ഒരു 90 സെന്റിമീറ്റർ എങ്കിലും കൊടുക്കണമെന്ന് എപ്പോഴും എല്ലാ കാലത്തും നടുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇച്ചിരി നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 90 സെന്റിമീറ്റർ അടുത്ത് തന്നെ ഞാൻ ഇടയിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇലകൾക്ക് വിസ്തരിച്ച് നിൽക്കാനും, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടത്താനും ഒക്കെയുള്ള വെയിലിന് കിട്ടാനുള്ള ഒരു ഉപാധി ഉണ്ടാവുള്ളൂ. അകലം വളരെ പ്രധാനപ്പെട്ടതാണ്, വിളകൾക്കിടയിലുള്ള അകലം. വെണ്ടയ്ക്ക് ഈ മുളയ്ക്കൽ ശേഷി, അതായത് അങ്കുരണ ശേഷി കുറച്ച് കുറവാണ്. നമ്മൾ എത്ര കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ച് ഇത് ചെയ്താലും ഒരു 6 മാസം 7 മാസത്തിൽ കൂടുതലൊന്നും പലപ്പോഴും വെണ്ടയുടെ ആ ഒരു അങ്കുരണ ശേഷി നിലനിൽക്കത്തില്ല. എടുത്തു വെച്ചിട്ട് ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ തന്നെ നടുമ്പോഴാണ് ഏകദേശം ഒരു 90% ഒക്കെ അതിൻ്റെ ഒരു അങ്കുരണ ശേഷി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ആദ്യം നിലം നന്നായിട്ട് ഒരുക്കി കുമ്മായൊക്കെ ഇട്ട് പുളിയൊക്കെ ഒന്ന് ഇളക്കി ഒരു 2 ആഴ്ച ഇട്ടതിന് ശേഷമാണ് നിലം നമ്മൾ ഉറവിട വളനിർമ്മാണ പ്രക്രിയ വഴി നമ്മൾ ആദ്യം കരിയിലേക്ക് ഇട്ട് ബയോഗ്യാസ് സ്ലെറിയൊക്കെ ഒഴിച്ച് ജീവാമൃതവും ഒക്കെ തളിച്ചിട്ടാണ് നമ്മൾ ബെഡെല്ലാം ഒരുക്കി, തടമെല്ലാം ഒരുക്കി വെച്ച് അതിനുശേഷം വളർന്ന് വരുമ്പോൾ ഇടയിൽ നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് വളം, ഇവിടുത്തെ കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇടയിൽ പച്ചിലവളം ഇടുന്നുണ്ട്. പച്ചിലവളം ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നല്ല കരുത്തോടെ കയറി വരും. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇലചുരുട്ടി പുഴു വരിക. അത് വരാറായിട്ടില്ല. ഇച്ചിരിയും കൂടെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇലചുരുട്ടിയുടെ ആക്രമണം തുടങ്ങും. ഞാൻ പൊതുവെ ഇവിടെ അധികം അങ്ങനെ കാര്യമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇലചുരുട്ടിയുടെ ആക്രമണം ഇതാ വന്നു തുടങ്ങി. ഇലചുരുട്ടിയുടെ ആക്രമണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താണ്ടെ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഇച്ചിരിയും കൂടെ എത്തുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന, പക്ഷെ അതിന് മുമ്പേ ആശാൻ എത്തി. ഇതാണ് ഇലചുരുട്ടി. ഇതുവരെ അതിന് വേണ്ടിയിട്ടൊന്നും അത്ര കൂലങ്കഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് ബിവേറി ഒന്ന് തളിച്ചു കൊടുക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് എന്നാലും ഒന്ന് ഈ ഒരു പരുവത്തിലല്ല സാധാരണ ഇലചുരുട്ടി വരല്. ഇപ്പൊ ഈ ഒരു പരുവത്തിൽ വന്നു. അതെ. പിന്നെ വെണ്ടയിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ചുവന്ന വെണ്ടയാണെങ്കിൽ ഇന്ന് ആന്തോസയാനിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പച്ചവെണ്ടയുണ്ട്. ആന്തോസയാനിൻ കണ്ടന്റ് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നമുക്ക് നല്ലത്, സാലഡ് ഒക്കെ ആക്കിയിട്ട്. പിന്നെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ യൂറിക് ആസിഡും നന്നായിട്ട് കുറയുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉള്ള ഒരു വിശദീകരണത്തിന് നമ്മൾ കുറച്ച് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ വിശകലനം ചെയ്യേണ്ടി വരും. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കിതുപോലെ ഈ യൂറിക് ആസിഡ് കൂടിയിട്ടൊന്ന് ഗൗട്ട് പോലെ അടിച്ചപ്പോൾ കൈക്ക് വേദന വന്നപ്പോൾ ഞാൻ പച്ചവെണ്ട ഇട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെള്ളത്തിൽ
ഇട്ട് ഒരു രാത്രി വെച്ചതിന് ശേഷം ആ വെള്ളം കുടിച്ച് ആ വെണ്ടയ്ക്കയും കൂടെ ചവച്ച് തിന്ന് ഒരു 3 ദിവസത്തിനുള്ളിൽ എനിക്ക് നന്നായിട്ട് യൂറിക് ആസിഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചതാണ്. അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെണ്ട ഒരു മഴ ലവിങ് ക്രോപ്പാന്ന് പറയാം. മഴയെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ്. മഴ ഭയങ്കര ഇഷ്ടമാണ്. അതിനിങ്ങനെ മഴയിൽ ഇങ്ങനെ തുള്ളി കളിച്ച് നിൽക്കുന്ന പോലെ നിൽക്കും. എത്ര മഴ വേണേലും കൊള്ളാൻ ഇഷ്ടമുള്ളൊരു വിളയാണ് വെണ്ട. വെണ്ടയ്ക്ക് സത്യം പറഞ്ഞാൽ മേടം 1 വെണ്ടയുടെ ഏറ്റവും നമുക്ക് നടാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം വിഷുവിൻ്റെ അന്ന്. വിഷുവിൻ്റെ അന്ന് നട്ടതാണ്. വെണ്ടക്കുരു കുത്തിയതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കുറച്ച് ഇത് ഏകദേശം തീരാറാവുന്നതിന് മുമ്പ് നമ്മൾ 1 മാസം മുമ്പ് നമ്മൾ പച്ചവെണ്ട ഇടും. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. അത് കഴിഞ്ഞ് ആനക്കൊമ്പൻ വെണ്ട അങ്ങനെ പോകും. അപ്പോൾ ഇതിന് പൊതുവേ ഇവിടെ മൊസൈക്കിൻ്റെ അതായത് മൊസൈക്ക് യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് വരാറില്ല, വൈറസ് ഉണ്ടാക്കുന്ന ഇതിന് പൊതുവെ. അഥവാ വന്ന് കണ്ടാൽ അപ്പം തന്നെ ഞാനത് പറിച്ച് മാറ്റിയാൽ പിന്നെ പടരുന്നത് കുറയും. നന്നായിട്ട് പച്ചിലവെള്ളം ഇട്ട് കൊടുക്കണം. മഗ്നീഷ്യം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വിളയാണ്. അതേപോലെ വെണ്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാൽസ്യം ഉണ്ട് അതിനകത്ത്, മഗ്നീഷ്യം ഉണ്ട് അതിനകത്ത്. അതേപോലെ ജീവകം A ഉണ്ട്, C ഉണ്ട്, K ഉണ്ട്. ഒത്തിരി നമുക്ക് പച്ചയ്ക്കും കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ സാമ്പാറിലൊക്കെയാണ് മെയിനായിട്ട് വെണ്ടയ്ക്ക ഇടുക. വെണ്ടയ്ക്ക നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു വിളയാണ്. ഒരു വീട്ടിൽ അത്യാവശ്യം ഒരു 5 വെണ്ട 6 വെണ്ടയൊക്കെ ഉണ്ടെങ്കിൽ സുന്ദരായ ആ വീട്ടില് വെണ്ടയ്ക്കയുടെ സ്വയം പര്യാപ്തത ഉണ്ടാവും നമുക്ക് റെഗുലറായിട്ട്. പിന്നെ ഗ്രോ ബാഗ് വെക്കുമ്പോൾ എപ്പോഴും വലിയ ഗ്രോ ബാഗിൽ തന്നെ വെക്കണം. കാരണം അത്യാവശ്യം നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്. നമ്മുടെ ചെമ്പരത്തിയുടെ ഒക്കെ കുടുംബത്തിലാണ് പെടുന്നത്. മാൽവേസിയാണ് ഇതിന്റെ കുടുംബം. ഇത് ശരിക്കും പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അരുണ വെണ്ടയാണ്. അരുണയാണ്, അരുണല്ല, അരുണ ചീരയാണ്. ഇത് അരുണയാണ്. പച്ച ഇത് ചുവന്ന കാളക്കൊമ്പനാണെങ്കിൽ പച്ച കാളക്കൊമ്പൻ സൽകീർത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ. നല്ല വെണ്ടയാണ്, സൂപ്പർ വേണ്ടയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട്. എന്നാലും ഈ ഇലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ ഉണ്ടാവും. മേടം 1 അതിന്റെ ഏറ്റവും അനുയോജ്യമായ സമയം ആണെങ്കിൽ പോലും ഇനിയും വൈകിട്ടൊന്നുമില്ല നമുക്ക് വെണ്ട നടാൻ. ഇപ്പോഴാണേലും വെണ്ട നടാൻ. കാരണം വെണ്ട ഒരു മഴയെ ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് ഇനി ആയണേലും നമുക്ക് വെണ്ട നടാം. മഴക്കാലത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വിളയാണ് വെണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് വെണ്ട കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ വിത്തിടുക. സ്നേഹം, സന്തോഷം, നന്ദി.